everyone, welcome back to yet another episode. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നയൻതാരയുടെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ഐ ലുക്കാണ്. എപ്പോൾ ഏത് ഫോട്ടോസ് എടുത്താലും നയൻതാരയുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പോലെയാണ് ഈ ഒരു ഐ ലുക്ക് ചെയ്യുന്നത്. ഒരു സ്മഡ്ജ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഐ ലുക്ക്, അത് നന്നായിട്ട് കാജൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ലുക്ക്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഓക്കെ, ലെറ്റ്സ് ട്രൈ ദാറ്റ് ഔട്ട് ആൻഡ് നമുക്കിത് ചേരുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി ഫാദറിട്ടില്ല, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഐ ഷാഡോ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റായിട്ടുള്ള നമ്മുടെ സ്കിന്നിൽ തന്നെ വരുമ്പോൾ പ്രത്യേകിച്ച് അറിയാൻ പറ്റാത്ത ഒരു ഐ ഷാഡോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ലൈറ്റായിട്ടുള്ള നമ്മുടെ സ്കിന്നിനോട് ചേർന്ന ഒരു കളറിൻ്റെ ഐ ഷാഡോ ആണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോൾ നമ്മൾ ബ്രഷിൽ ഐ ഷാഡോ എടുത്താലും ഒന്ന് തട്ടിക്കളയണം, ബിക്കോസ് എക്സ്ട്രാ ആയിട്ട് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അതുകൂടെ നമ്മുടെ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ രണ്ട് കണ്ണിലും ഞാൻ ആദ്യം തന്നെ അതിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ പറ്റും, പ്രത്യേകിച്ച് അറിയത്തില്ല, നമ്മുടെ ഒരു കണ്ണിൻ്റെ ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചൊന്ന് താഴോട്ടൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബ്ലാക്ക് ഐ ഷാഡോ ആണ്. ബ്ലാക്ക് ഐ ഷാഡോ എടുത്തതിന് ശേഷം അത് ഒന്ന് മുകളിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എക്സ്ട്രാ ആയിട്ടുള്ളത് തട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ പുറത്തുനിന്ന് അകത്തേക്കുള്ള രീതിയിലാണ് ഇതുപോലെ സ്മഡ്ജ് ചെയ്തൊന്ന് കൊടുത്തു. അതിന് ശേഷം നമ്മൾ കാജൽ എഴുതിയിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് എല്ലാത്തിലും കാജൽ കുറച്ചുകൂടെ ഡാർക്കായിട്ട് ഇരിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ആ ഒരു കാജൽ പോലെ ഒന്നുകൂടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെയും എഴുതിയിട്ട് അത്യാവശ്യം നന്നായിട്ട് കട്ടിക്ക് കണ്ണിൻ്റെ താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസ്കാര ഇട്ടിട്ട് നന്നായിട്ട് ഐ ലാഷസ് ഒന്ന് ഇതാക്കി കൊടുത്തു. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത ഒന്നാണ്. അത്യാവശ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കാജലും ഒരു ബ്ലാക്ക് സ്മോക്കി ഐസിന് പറ്റിയ ഒരു ബ്ലാക്ക് ഐ ഷാഡോ ആണ്. പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് കൊടുക്കുക ബേസായിട്ട്. ആൻഡ് ഇത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കാജലെടുത്ത് താഴെ വരച്ചതിന് ശേഷം ഒരു ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് അതും ഒന്ന് സ്മഡ്ജ് ചെയ്തു. പിന്നെ സ്മഡ്ജ് ചെയ്തിട്ട് ലാസ്റ്റ് അത് വെച്ചിട്ട് ഒന്നുകൂടെ എഴുതുകയും കൂടെ ചെയ്തു കേട്ടോ. കാരണം വേറൊന്നുമല്ല, അത് ആ ഒരു ഡിഫറൻസ് അതിൽ മിക്ക ലൈൻസിൻ്റെ പിക്ചേഴ്സിലും കാണാൻ പറ്റും. താഴെ ഇങ്ങനെ ഒരു കട്ടിക്ക് ഇങ്ങനെ എഴുതിയേക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതിയത് അതുകൊണ്ടാണ്. താഴെയും നല്ല കട്ടിക്ക് എഴുതി കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് സ്മഡ്ജ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് ഇല്ല എങ്കിൽ നമ്മുടെ ബഡ്സ് വെച്ചിട്ടും ഈ ഒരു സ്മഡ്ജിങ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. And I hope you like this video. If you like this video, please don't forget to like, share, comment and subscribe. See you on my next video.